ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ 2 എന്ന് പറയുന്ന ഒരു ഗെയിമായിട്ടാണ്. റിപ്പോർട്ടർ 2 ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടുണ്ട്, അത് നമ്മൾ കളിച്ചില്ല. അത് കളിക്കാതെയാണ് സെക്കൻഡ് പാർട്ട് കളിക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് ഏതായാലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, സൗണ്ട് ഉണ്ട്. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. മൈ മിസ്റ്റേക്ക്. ഓ, ഇതെന്താണ്? ഇതെന്തോ വീഡിയോ ഫുട്ടേജസ് ആണിത്. എന്ത് വീഡിയോ ഫുട്ടേജ്? ഓക്കെ ഫൈനലി നമ്മൾ എണീറ്റു. ഓക്കെ, എന്താണ്? What the hell? This nightmare is haunting me again. Oh. Hopefully Stas will call soon. He should find out something. ഞാൻ പറഞ്ഞില്ലേ, It's likely to be him. We need to pick up the phone. ഇൻവെസ്റ്റിഗേറ്റർ ആണ് സംഗതി. ഡേ 6 ഫിയർ. ഓ, ഇത് ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാ, അത്യാവശ്യം വലിയ കുഴപ്പമില്ല കേട്ടാ. ഇത്രയും നമ്മളിങ്ങനെ അടിച്ചാക്ഷേപിക്കേണ്ട കൊള്ളാത്ത ഗ്രാഫിക്സ് അല്ല, അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, ഇതാണ് തോന്നി കൊടുത്ത സൗണ്ട്. Hello, Stas. I'm so glad to hear you. Do you recognize me? Oh, come on, I'm all ears. Yes, I do. Now it's not easy. I have not so much time to tell you everything in detail. ആരും വിളിക്കാട്ടാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളാ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണ് നമ്മൾ ഇതിനകത്ത്. ഓക്കെ, നമ്മൾ ആരോ വിളിച്ച് എന്തോ പറയാണ്. One version, she was killed by her stepfather. Under the other one, she's gone for a walk in the hotel territory and didn't come back. The state police weren't really excited to find out the truth on this case, and therefore, as usual, they charged and convicted her stepfather and got it over with. Result: he was sentenced to death. He died on the electric chair 2 weeks later. The eyewitnesses reported that before his death, he kept repeating, "If no one stops here, many people will die." That's it for now. I think you should pay a visit to this hotel. Maybe on there you can talk to the staff and find out some details. Well, I don't need to tell you what to do. You know better. You're not a little boy. I just did what I could. Well, okay, Stas. Thank you. എന്തൊക്കെ റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്? Wait, don't forget the camera. പോയില്ലേ? Or the police will make you look crazy. They need proof. ഓക്കെ, Okay. ഇവിടെ കണ്ടൊരു ക്യാമറ. ക്യാമറ എടുക്കാൻ മറക്കില്ല. എന്തോ റിപ്പോർട്ടിനെ കുറിച്ചും ആരുടെയൊക്കെയോ മരണത്തിനെ കുറിച്ചൊക്കെയാണ് ഇവർ സംസാരിച്ചത്. ഇത് ഇവരാന്ന് തോന്നുന്നു മരിച്ച 4 പേര്. ഇതാണോ ആദ്യത്തെ വ്യക്തി അല്ലേ? മഞ്ഞ. ഓക്കെ, ഓ ഇവന്റെ ഈ പുള്ളിക്കാരുടെയാന്ന് തോന്നുന്നു. ഇവർ 2 പേരുടെയാണ് ഇവിടെ കുത്തിയേക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇവന്മാരുടെ ആയിട്ടില്ല, ഇവന്മാരെയാണ് നമ്മളിനി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതെന്താണ്? ഡോക്ടർ എത്തിന മിൽക്കോ, സമാന്ത ഫോക്സ്. ഓക്കെ, മരിച്ച ആൾ സമാന്ത ഫോക്സ്. ഡേറ്റ് ഓഫ് ഡെത്ത് 8/8/2017. ഓക്കെ, ഇത് കുറച്ച് പഴയതാട്ടോ കേട്ടോ. ഇത് ഈ ഒരു കാലയളവിൽ ഇറങ്ങിയതല്ല, കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയൊരു ഗെയിമാണ്. ബട്ട് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു ചർച്ചാ വിഷയം ഉണ്ടായത് ഞാൻ അറിഞ്ഞതും. ഓക്കെ, ഈ ഒരു ടൈമിലാണ് ഇത്. ആ ഒരു ടൈമിൽ തന്നെ ഇറങ്ങിയൊരു ഗെയിമാണിത്. 2017, 18, 19 ആ ഒരു കാലയളവിനുള്ളിൽ ഇറങ്ങിയൊരു ഗെയിമാണ് ഇത്. ഓക്കെ, ഇത് സമാന്ത ഫോക്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരുടെ ഏതാണ്ടൊരു ഈ എന്താ പറയുക, പുള്ളിക്കാരി മരിച്ചത് എങ്ങനെയാണ്,
എന്താണ് മരണകാരണം, അതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ. 7:40 ഒരു എമർജൻസി കോള്. പബ്ലിക് പാർക്കിൽ നിന്നാണ് ഈ പുള്ളിക്കാരുടെ ബോഡി കണ്ടെടുത്തത്. ഓക്കെ. ഇതിനകത്ത് ഒരാളുടെ അല്ല, 2 പേരുടെ പറഞ്ഞിട്ടുണ്ട്. അവസാനം ബോറിസ് കാർസനോവ, ബോറിസ് എന്ന് പറഞ്ഞ ഒരാളുടെയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവസാനം, ലാസ്റ്റ്. പക്ഷെ അതിന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി അന്വേഷിക്കാൻ പോകുന്നത് ഈ ബോറിസിന്റെ ആണെന്നാ എനിക്ക് തോന്നുന്നു. ഇതാ ഇവിടെ അല്ലല്ല, ഇതാണ് ബോറിസ്, കണ്ടില്ലേ? ബോറിസ് സെയിം അത് തന്നെ, അങ്ങനത്തെ തന്നെയാണ് കുറെ കൊടുത്തിട്ടുള്ളത്. 18:15 എന്ന് പറയുമ്പോൾ എത്ര മണിയാകും? 12, 1 മണിയോ? അല്ലല്ലോ, എത്ര മണിയോ? 9 മണിയോ? അങ്ങനല്ലേ? ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഈ സാധനം ഭയങ്കര കൂടുതലാണ്, ഈ സെൻസിറ്റിവിറ്റി ഇതൊന്ന് കുറയ്ക്കണം. ഭയങ്കര കണ്ടില്ലേ, ഭയങ്കര കൂടുതൽ സെൻസിറ്റിവിറ്റി. ഇതാണെന്ന് തോന്നുന്നു മറ്റേ സമാന്ത ഫോക്സ്. ഓക്കെ, ഇതെന്താ 1995 to 2010. ഓക്കെ. ഈ പുള്ളിക്കാരി ജനിച്ചത് 1995, 1982, 1969, 1988. ഇനി ഇവിടെ വേറെ ചെയ്യാനില്ല. ക്യാമറ എടുക്കാൻ മറക്കല്ലേ, ബാറ്ററി ക്യാമറ. ഓക്കേ, പോവാം. നമ്മുടെ വീട് തന്നെ പൂട്ടിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊന്നിനും ഇവിടെ ചെയ്യാനില്ല. നമുക്ക് ഇനിയിപ്പോ നമ്മുടെ സ്ഥലത്ത് പോവാം, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ചെയ്യാനില്ല. വാ, ലെറ്റ്സ് ഗോ. ഈ വഴിയല്ലേ ആണെന്നാ എനിക്ക് തോന്നുന്നേ, അല്ലേ? അതെ, ഈ വഴി പോയിക്കൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗോ. ഓക്കേ. നൈറ്റ് വിഷൻ. ആരവേ? ഡേയ് ഇത് കൊമ്മാലെ ആരവേ? ഇതിനകത്ത് എന്തോ ഉണ്ട് കേട്ടാ. അതെ, വീടിനകത്ത് എന്തോ ഉണ്ട്. കേറല് മാത്രം ഉണ്ടാവില്ല, തിരിച്ചിറങ്ങലുണ്ടാവില്ല. ഏറെന്താ പെണ്ണുപിള്ള? പോയി ഇവിടെ മാഞ്ഞുപോയി. അത് മാഞ്ഞുപോയി. ഓക്കെ, ഇനി അതിനെ നോക്കണ്ടേ? ഇനി അത് മാഞ്ഞുപോയി. ഇതിനകത്ത് എങ്ങനെയോ ഇതാണ് നൈറ്റ് വിഷൻ. ഞാൻ അത് കണ്ടില്ല, എനിക്ക് സ്വിച്ച് കണ്ടില്ല. ഓക്കെ, എന്താണിത്? ഇത് മറ്റേ പണ്ടത്തെ ടൈറ്റാനിക് കപ്പലിന്റെ അകം പോലെ ഉണ്ട്. ഇതെന്താണ്? പെട്ടി, എടുത്ത പെട്ടി. എന്താ ഡേയ്, ഇവിടെ ഇത്രയും പേര് പേടിച്ച് നിൽക്കുമ്പോ നീ ഇവിടെ കിടന്ന് കുഴലൂതി കളിക്കുന്നടാ. ഇത്രയും പേര് ഇവിടെ പേടിച്ച് നിൽക്കുമ്പോ കുഴലൂതി കളിക്കുന്ന അവൻ അവിടെ ഇരുന്നുണ്ട്. എന്താ നിനക്ക്? ആരാ നീ? ഇവനൊക്കെ എന്നൊക്കെ നല്ല പൊക്കുണ്ട് കേട്ടോ ഇവന്. നിനക്ക് എന്ത് വയ്യടാ? വയ്യെന്ന് തോന്നുന്നു. ഇവിടെ അധികം നേരം നിൽക്കണ്ട, ഇല്ലെങ്കിൽ അവൻ നമ്മളെ കൊല്ലും. ബാബുവാ, പാവം, വയ്യാത്തോണ്ടാ. ഇങ്ങനെയാണ് വരേണ്ടത്. എന്താ നിനക്ക്? വയ്യേ കണ്ട് ചോര. പോവാ, നമുക്ക് സേഫല്ല. ഇതെന്താ അവിടെ ഇരുട്ടായി വരുന്നേ? നമ്മളിപ്പോ അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് വന്നേ? തുറക്കില്ലേ? തുറങ്ങല്ലോ. ഇതെന്താ പാത്രോ?
ചില്ല് പാത്രമൊക്കെ നിങ്ങൾ ഇവിടെ വെക്കാറ്? നല്ല പാത്രം, ചോറിന നല്ല പാത്രം ഉണ്ടല്ലേ, നല്ല ഡിസൈനൊക്കെ ഉണ്ട്, ചോറിന നല്ലതാ. അടക്കി എന്താ നമ്മളിത് എങ്ങോട്ടാ പോകണ്ട? ഇതൊരു പിടിയില്ല. ഇവിടെ ഇത്ര ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ല ഇത് ലോക്ക്, വേറെ ഡോറുണ്ടോ? ഇതും ലോക്ക്. ഇവിടെ ഇത്ര ഉള്ളൂ. നമുക്കിനിയിപ്പോൾ അടുത്ത വീട്ടിൽ നോക്കാം. ഓക്കെ, ഓൾറൗണ്ട് ഇതിന്റെ ഗ്രാഫിക്സ് അടിപൊളിയാണ് കേട്ടോ. ഒരു മീഡിയം ഗ്രാഫിക്സ് ഒക്കെ അത്യാവശ്യം, അതായത് ഫോണിൽ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം ഗ്രാഫിക്സ് ഉണ്ട്. സോറി ഗൈസ്, വെളിയിൽ പോകാൻ പറ്റുമോ? തുറക്കട. അയ്യോ ആരെ? ഓക്കെ, അവ മഞ്ഞു കേട്ടാ. എന്താ മഴ പെയ്യുന്ന? മഴ പെയ്യോ? അയ്യോ ആരാണ്ട് എവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്തെ ഇതിലല്ലേ ഇത്? പണ്ടാരം ഇതിന്റെ മൂട്ടി വന്ന് നിന്നിട്ടോ. ഹൗ ഇത് തുറന്ന് നമ്മൾ കയറാൻ മിക്കവാറും. ഇപ്പൊ നമ്മൾ അവിടെയല്ലേ അവനെ കണ്ടത്? വൺ മിസ്റ്റേക്ക് ബ്രോ. ഇനി അടുത്തൊരു തുറക്കാൻ പറ്റത്തില്ല. അയ്യോ തുറക്കണം, അടച്ചു പൂട്ടണം. നീ അടച്ചു പൂട്ടണ? അതിലും തുറക്കില്ല. തേങ്ങാത്തലേ തുറക്ക. നമ്മൾ അങ്ങനെ വരാൻ വഴിയില്ല. നമുക്ക് ഇവിടെ ഒന്നും കൂടി കയറി നോക്കാം. ഇതെന്താ നീ എന്തിനാ ഇങ്ങനെ ഓടുന്നേ? ഇവിടെ എന്തേലും ഉണ്ടോ ഇവിടെ? ഇവിടെ ഒന്നും കാണാൻ വഴിയില്ല. ഇവിടെ എന്തെങ്കിലും കീയോ മറ്റു സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഇത്ര ഉള്ളു കേട്ടോ. ഓക്കെ, ഇവിടെ ഇത്ര ഉള്ളു. ഇതെന്താ ഇവിടെ ഒന്നുമില്ല നീ. പിന്നെ ഏത് വഴിയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുക? ഈ ഡോറൊക്കെ ലോക്കഡാന്നാണ് ഇവര് പറയുന്നത് കേട്ടോ. ഈ ഡോറൊക്കെ ലോക്കാന്നാണ് ഇവര് പറയുന്നത്. തുറന്നോ? ഇല്ല, ഞാൻ വിചാരിച്ചു തുറന്നു. അപ്പൊ നമ്മൾ ഏത് വഴിയാ ഉള്ളിലേക്ക് കയറി? ഇവിടെ വല്ല ഡോറുണ്ടോ? ഇല്ല, ഇവിടെയും ഡോറില്ല. ശരി, അപ്പൊ അവിടെയും ഡോറില്ല, ഇവിടെയും ഡോറില്ല. അതെന്താടാ? റിസപ്ഷൻ സ്റ്റാഫാണോ? ഈ സ്റ്റാഫ് എന്തോ ഒരുമാതിരി എന്തോ പോലെ ഇരിക്കും, അഗ്ലി. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. എന്തായാലും എന്താ നേരത്തെ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ. അയ്യോ എന്താ മാങ്ങാത്തൊരു ചെറുതായിട്ടൊന്ന് പേടിച്ചു. എവിടെ നിന്നാണ് ഈ സൗണ്ട് വന്നത്? ഇവിടെ ഒന്നുമില്ല, ഡോറും ഇല്ല. ആ കാണുന്ന ഡോറാണെങ്കിൽ തുറക്കാൻ പറ്റുന്നുമില്ല. ഇതെന്താടാ? ഇവിടെ വേറെ അമ്മേ. ഇതെങ്ങനെ തുറക്കണേ? അത് ഓട്ടോമാറ്റിക് ഡോറാണ് കേട്ടോ, പേടിക്കണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് അടയ്ക്കുകയും തുറക്കുകയൊക്കെ ചെയ്യും. എന്റെ അമ്മേ. I suppose I am here. I am shouldn't waste time to begin. I have to get a room, get the hotel, and then to talk to the staff. I hope at last someone would be able to explain what kind of family it was and what was the reason for their staying
ഹിയർ. ഓ മൈ ഗോഡ്. എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് മനസ്സിലായി. എന്തോ തുറക്കണില്ല, ഇപ്പോഴും തുറക്കണില്ല.